ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും അശ്വിൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഉദ്ഗ്രഥനം പരീക്ഷയുടെ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് ടീച്ചർ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പം നമ്മുടെ പരീക്ഷ എത്തിക്കഴിഞ്ഞു അല്ലേ? എല്ലാ മക്കളും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഡിസ്കസ് ചെയ്യാം അല്ലേ? ഓക്കെ മക്കളെ, അപ്പം നമ്മൾ ഉദ്ഗ്രഥനം എന്ന പരീക്ഷയുടെ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത്. കൂട്ടുകാർക്ക് 3 ദിവസങ്ങളിലായിട്ടാണ് ഉദ്ഗ്രഥനം അഥവാ ഇൻറ്റിഗ്രേഷൻ പരീക്ഷ ഉണ്ടാവുമായിരിക്കും അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ അതിൽ നമുക്ക് ഗണിതത്തിൽ നിന്നും അതുപോലെ തന്നെ മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം. ആദ്യത്തെ പ്രവർത്തനം നോക്കിക്കേ, സിംഹരാജൻ്റെ പിറന്നാൾ. സിംഹരാജൻ്റെ പിറന്നാളിന് വൈകിയാണ് ആമച്ചാർ എത്തിയത്. അപ്പം നമ്മുടെ ആമച്ചാറും അതുപോലെ തന്നെ തത്തയും തമ്മിലുള്ള ഒരു സംഭാഷണം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് നോക്കിക്കേ, എന്താ ആമച്ചാരെ വൈകിയത്? അപ്പം നമ്മുടെ ആമച്ചാർ എന്ത് പറഞ്ഞു? എനിക്ക് നിന്നെ പോലെ പറക്കാൻ കഴിയില്ലല്ലോ. അപ്പം നമ്മുടെ ആമച്ചാർ വൈകി വരാനുള്ള കാരണം എന്താണ് മക്കളെ? തത്തയെപ്പോലെ വേഗത്തിൽ പറന്നു പോകാനായിട്ട് കഴിയില്ല അല്ലേ? പതിയെ പതിയെ ഇഴഞ്ഞു പോകാനേ നമ്മുടെ ആമയ്ക്ക് കഴിയുള്ളൂ. അപ്പം മക്കൾക്കുള്ള ചോദ്യം ഇതാണ്: പിറന്നാളിന് വന്ന ജീവികളെ സഞ്ചാര രീതിക്കനുസരിച്ച് തരംതിരിച്ചെഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പിറന്നാളിന് വന്നിട്ടുള്ള കൂട്ടുകാരുടെ ചിത്രങ്ങളൊക്കെ താഴെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അവയിൽ ഓരോരുത്തരും സഞ്ചരിച്ചത് എങ്ങനെയാണെന്ന് മക്കൾ കണ്ടെത്തിയിട്ട് തന്നിട്ടുള്ള പട്ടികയിൽ തരംതിരിച്ച് എഴുതാനാണ് മക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കേ മക്കളെ, എന്തൊക്കെയാണ് നമുക്ക് തന്നത്? ഇഴയുന്നവ എന്ന് പറയുന്നൊരു കോളമുണ്ട്. പിന്നെയുള്ള 2 കോളങ്ങൾ മക്കൾ കണ്ടെത്തി എഴുതാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം? ഏതൊക്കെയാണ് സഞ്ചാര രീതികൾ? ഏതൊക്കെയാണ്? ഇഴയുന്നവ, പറക്കുന്നവ, നടക്കുന്നവയൊക്കെയാണ് അല്ലേ? ഓക്കെ മക്കളെ, അപ്പം നമുക്ക് പറക്കുന്നവ, നടക്കുന്നവ എന്ന് പറഞ്ഞ് 2 കോളങ്ങൾ കൂടി എഴുതാം അല്ലേ? ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള ചിത്രങ്ങളിൽ ആരൊക്കെയാണ് ഇഴഞ്ഞു വന്നിട്ടുണ്ടായിരിക്കുക? ആരൊക്കെയാണ്? ഒച്ച്, പാമ്പ്, പല്ലി അല്ലേ? ആരൊക്കെയായിരിക്കും കൂട്ടത്തിൽ പറന്നു വന്നിട്ടുണ്ടായിരിക്കുക? തത്ത, കാക്ക, പൂമ്പാറ്റ. അടുത്ത നോക്കിക്കുക മക്കളെ, ആരൊക്കെയായിരിക്കും നമ്മുടെ പിറന്നാളിന് നടന്നു പോയിട്ടുണ്ടായിരിക്കുക? ആരൊക്കെയാണ്? അണ്ണാൻ, മാൻ, ഉറുമ്പ്, മുയൽ അല്ലേ? അപ്പം നമുക്ക് തന്നിട്ടുള്ള ജീവികളെ അവയുടെ സഞ്ചാര രീതിക്കനുസരിച്ച് നമ്മൾ തരംതിരിച്ചു അല്ലേ? വളരെ ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലായിരുന്നോ? ഓക്കെ മക്കളെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. അടുത്ത പ്രവർത്തനം ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പം ഇംഗ്ലീഷ് മീഡിയത്തിലെ കൂട്ടുകാർക്ക് ഗണിതത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും കേട്ടോ. നോക്കിക്കേ മക്കളെ, കൊട്ടാരം അലങ്കരിക്കാൻ പൂക്കൂടകളിൽ നിറയെ പൂക്കളുമായാണ് ചിങ്ങൻ കുരങ്ങൻ വന്നത്. ഓരോന്നിലും നീലയും ചുവപ്പും പൂക്കളുണ്ട്. അപ്പം നോക്കിക്കേ മക്കളെ, പൂക്കളൊക്കെ നിറച്ചിട്ടുള്ള കൂടകളുടെ ചിത്രം നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ നിറത്തിലുള്ള പൂക്കളാണുള്ളത്? നീല നിറത്തിലുള്ളതുമുണ്ട്, അതുപോലെ തന്നെ ചുവപ്പ് നിറത്തിലുള്ള പൂക്കളുമുണ്ട് അല്ലേ? നോക്കിക്കേ മക്കളെ, ആദ്യത്തെ കൊട്ടയിൽ എത്ര പൂക്കളുണ്ട്? 96. അടുത്തതിൽ 84, 78, 67, 54 അല്ലേ? ഓക്കെ മക്കളെ, നിങ്ങളുള്ള ചോദ്യം നോക്കിക്കേ. ഓരോന്നിലും നീല, ചുവപ്പ് നിറത്തിലുള്ള പൂക്കൾ എത്ര വീതമാകാം എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് അവിടെ എന്ത് തന്നിട്ടുണ്ട്? ഓരോ കൂടയിലും താഴെ അതിലുള്ള ആകെ എണ്ണം തന്നിട്ടില്ലേ? അതുപോലെ തന്നെ താഴെയുള്ള പട്ടികകളിൽ ചിലപ്പം നീലപ്പൂക്കളുടെ എണ്ണവും അതുപോലെ തന്നെ ചിലതിൽ ചുവപ്പ് പൂക്കളുടെ എണ്ണവും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വിട്ട ഭാഗങ്ങൾ പൂർത്തീകരിച്ച് എഴുതിക്കൂടെ? നോക്കിക്കേ മക്കളെ, 96 പൂക്കളുള്ള കൂടയിൽ 45 നീലപ്പൂക്കളാണ് നമുക്കവിടെ തന്നിട്ടുണ്ട് അല്ലേ? എങ്കിൽ ചുവപ്പ് പൂക്കളുടെ എണ്ണം എത്രയായിരിക്കും മക്കളെ? 51 ആയിരിക്കും അല്ലേ? അത് കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിട്ടുള്ള ആകെ എണ്ണത്തിൽ നിന്ന് 45 കുറച്ച് നോക്കിയാൽ ബാക്കിയുള്ള എണ്ണമായിരിക്കില്ലേ ചുവപ്പ് പൂക്കളുടെ എണ്ണം? അപ്പം അതേ രീതിയിൽ മക്കൾ ചെയ്യാം കേട്ടോ. അടുത്ത നോക്കിക്കേ മക്കളെ, 84 അല്ലേ? പക്ഷേ നമുക്ക് 2 കോളങ്ങളും ഒഴിഞ്ഞാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പം മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു കോളത്തിൽ ആ ഒരു 84-നെ തുല്യമായിട്ടോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലോ വിഭജിച്ച് എഴുതാവുന്നതാണ്. നോക്കിക്കേ മക്കളെ, ഇപ്പം നമ്മൾ നീലപ്പൂക്കളുടെയും ചുവപ്പ് പൂക്കളുടെ എണ്ണം തുല്യമായിട്ടുള്ള രീതിയിലാണ് അവിടെ വേർതിരിച്ചിട്ടുള്ളത്. അപ്പം നമുക്കവിടെ 42 എന്ന് കൊടുത്തൂടെ? 2 കൂടിയും ചേർന്നാൽ എത്രയായിരിക്കും? 84 പൂക്കളായിരിക്കും അല്ലേ? അടുത്ത നോക്കിക്കേ,
78 പൂക്കളാണ് ആകെയുള്ളത് അല്ലേ. അതിൽ 36 ചുവപ്പ് പൂവാന്ന് നമുക്കവിടെ തന്നിട്ടുണ്ട്. എങ്കിൽ ബാക്കി നീലപ്പൂക്കൾ എത്രയാണെന്ന് മക്കൾ കണ്ടെത്തണം. എത്രയാണ് മക്കളെ? 42 ഉണ്ടായിരിക്കും അല്ലേ. 78 നിന്ന് 36 കുറച്ച് നോക്കിയാൽ മതി കേട്ടോ. അടുത്തത് മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ 67 അതുപോലെ തന്നെ 54നെയും വീതിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 67നെ 32 + 35 എന്ന് എഴുതാം അല്ലേ. അതുപോലെ തന്നെ 54നെ 20ഉം 34ഉം ആക്കിയിട്ട് എഴുതാം അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ കുറച്ചൊരു പ്രയാസം തോന്നുന്ന ഒരു ചോദ്യമായിരുന്നു അല്ലേ. എങ്കിലും ഒരുപാട് കൂട്ടുകാർക്കൊക്കെ പെട്ടെന്ന് ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റിയില്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കിയാലോ. അടുത്തത് മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു പ്രവർത്തനമാണ്. നോക്കിക്കേ, വരികൾ കൂട്ടിച്ചേർക്കാം. സിംഹരാജൻ്റെ പിറന്നാളിന് ജീവികൾ എല്ലാവരും ഒത്തുകൂടി കൂട്ടമായി പാട്ടുപാടി. അപ്പോൾ അവർ പാടിയിട്ടുള്ള പാട്ടിൽ 4 വരി നമുക്കവിടെ തന്നിട്ടുണ്ട്. അതിനോട് യോജിച്ച രീതിയിൽ കൂടുതൽ വരികൾ ചേർത്തെഴുതാനാണ് മക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കേ, ചിറകു വിരിച്ച് പാറി വരുന്നു സുന്ദരിയാകും തത്തമ്മ, പീലി വിടർത്തി ആടി വരുന്നു ചേലൂറുന്നൊരു മയിലമ്മ. ഇതുപോലെ മക്കൾ എന്ത് ചെയ്യണം? അതിലോട്ട് വരികൾ ചേർക്കണം. നോക്കിക്കേ മക്കളെ, കാലുകൾ നീട്ടി ചാടി വരുന്നു കാട്ടിലെ സൂത്രക്കാരൻ മുയലച്ചൻ. ഇതുപോലെ ഓരോ ജീവികളുടെയും പേരുകൾ വെച്ചുകൊണ്ട് മക്കൾക്ക് ആ ഒരു തന്നിട്ടുള്ള പാട്ടിലോട്ട് കൂടുതൽ വരികൾ ചേർത്തെഴുതാവുന്നതാണ്. ഓക്കെ മക്കളെ, അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അതെന്താണെന്ന് പറയുന്നതിന് മുന്നേയായിട്ട് കുറച്ച് കൂട്ടുകാർ കൂടി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ ആ മക്കളോട് എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനായിട്ട് മറക്കല്ലേ. അടുത്ത പ്രവർത്തനം പദപ്രശ്നമാണ്. മക്കൾക്ക് അവിടെ ഒരുപാട് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വായിച്ചു നോക്കിയിട്ട് അവിടെ തന്നിട്ടുള്ള ആ ഒരു പദപ്രശ്നം മക്കൾ എന്ത് ചെയ്യണം? പൂർത്തീകരിച്ച് എഴുതണം കേട്ടോ. അപ്പോൾ ടീച്ചർ ഓരോ ചോദ്യങ്ങളായിട്ട് വായിക്കാം. ഉത്തരം അറിയുന്ന കൂട്ടുകാരെന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. നോക്കിക്കേ മക്കളെ, വലിയ ചെവിയുണ്ട് സസ്യാഹാരം മാത്രമേ കഴിക്കൂ. ഏതാണ് മക്കളെ? ഏതായിരിക്കും ആ ജീവി? വലിയ ചെവിയാണ്, അതുപോലെ തന്നെ സസ്യാഹാരം മാത്രമേ കഴിക്കുള്ളൂ. ആരാണ്? പേരിൽ 2 അക്ഷരം മാത്രമേ ഉള്ളൂ കേട്ടോ. ആരായിരിക്കും? എല്ലാ കൂട്ടുകാർക്കും ഉത്തരം കിട്ടിയില്ലേ. എന്താണ് ഉത്തരം? ആനയാണല്ലേ. അടുത്ത നോക്കിക്കേ മക്കളെ, കണ്ടാലൊരു രോമക്കൂട്, തിന്നാനിഷ്ടം തേൻകൂട്, കായിൽ തുടങ്ങും എന്നുടെ പേര്. എന്താ മക്കളെ? കണ്ടാലൊരു രോമക്കൂട്, തിന്നാനിഷ്ടം തേൻകൂട്, കായിൽ തുടങ്ങും എന്നുടെ പേര്. എന്താണ് മക്കളെ ഉത്തരം വരുന്നത്? എന്താണ്? കരടിയാണല്ലേ ഉത്തരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, സഞ്ചാരം രാത്രിയിൽ മരച്ചില്ലയിൽ തല കീഴായി തൂങ്ങും കുഞ്ഞുങ്ങളെ പ്രസവിക്കും. ഏതാണ് മക്കൾ ഉത്തരം വരുന്നത്? ഏതാണ്? 3 അക്ഷരമുണ്ട്. ഏതാണ്? വവ്വാലാണ് വരുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, പുറന്തോടുണ്ട് നടത്തം പതുക്കെ വെള്ളത്തിൽ നീന്തും മുട്ടയിടും. എന്താണ് മക്കളെ ഉത്തരം വരുന്നത്? എന്താണ്? ആമയാണ് വരുന്നത് അല്ലേ. അടുത്ത നോക്കിക്കേ, കൂർത്ത നഖവും പല്ലും മാംസാഹാരം കഴിക്കും കുഞ്ഞുങ്ങളെ പ്രസവിക്കും. എന്താണ് മക്കളെ ഉത്തരം വരുന്നത്? എന്താണ്? കടുവയാണ് വരുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം അതും നല്ല ഈസി ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു അല്ലേ. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സംഭാഷണം പൂർത്തിയാക്കാം. സിംഹരാജൻ്റെ പിറന്നാൾ ആഘോഷം കെങ്കേമമായി. ചിന്നുക്കുരുവിയെ മാത്രം കണ്ടില്ല. അവൾക്ക് എന്തു പറ്റി? മടക്കയാത്രയിൽ മിന്നുത്തത്ത ചിന്നുക്കുരുവിയെ കാണാൻ പോയി. അപ്പം നമ്മുടെ മിന്നുത്തത്തയും ചിന്നുക്കുരുവിയും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ കുറച്ച് ഭാഗം അവിടെ തന്നിട്ടുണ്ട്. പിന്നീട് അവരെന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് കണ്ടെത്തിയിട്ട് മക്കളടുത്ത് തന്നിട്ടുള്ള സംഭാഷണം പൂർത്തീകരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കേ മക്കളെ, നമ്മുടെ മിന്നുത്തത്ത ആദ്യം എന്താണ് ചോദിച്ചത്? ചിന്നു, പിറന്നാളിന് നിന്നെ കണ്ടില്ലല്ലോ. അപ്പം നമ്മുടെ ചിന്നുക്കുരുവി പറഞ്ഞു, ഇന്നലത്തെ കാറ്റിലും മഴയിലും എൻ്റെ കൂട് തകർന്നു പോയി എന്ന് പറഞ്ഞു അല്ലേ. അതിനുശേഷം എന്തൊക്കെയായിരിക്കും മക്കളെ അവർ സംസാരിച്ചിട്ടുണ്ടായിരിക്കുക? മിന്നുത്തത്ത എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? അയ്യോ, നിൻ്റെ കൂടെല്ലാം തകർന്നോ? നീ ഇന്നലെ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് വിഷമിച്ചു എന്നൊക്കെ നമ്മുടെ മിന്നുത്തത്ത ചോദിച്ചിട്ടുണ്ടായിരിക്കില്ലേ. അപ്പം നമ്മുടെ ചിന്നുക്കുരുവി എന്ത് പറയും? അതെ, ഞാൻ ഒരുപാട് പേടിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യൂലേ? എൻ്റെ കൂടെല്ലാം തകർന്നു പോയി. ഇനി ഞാൻ എവിടേക്ക് പോകുമെന്നൊക്കെ നമ്മുടെ ചിന്നുക്കുരുവി പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ. അപ്പം നമ്മുടെ മിന്നുത്തത്ത എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? കൂട്ടുകാരാ, നീ വിഷമിക്കേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു കൂടുകൂടി പണിയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. തൽക്കാലം നീ എൻ്റെ വീട്ടിലേക്ക് പോര് എന്നൊക്കെ നമ്മുടെ മിന്നുത്തത്ത പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് കേട്ടപ്പോൾ നമ്മുടെ ചിന്നുക്കുരുവിക്ക് സന്തോഷമായിട്ടുണ്ടായിരിക്കില്ലേ. അവൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും?
ഒരുപാട് നന്ദി കൂട്ടുകാരി എന്നൊക്കെ നമ്മുടെ മിന്നുത്തത്ത പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ. അപ്പോൾ ഇതേ രീതിയിലൊക്കെ മക്കൾക്ക് തന്നിട്ടുള്ള ഒരു സംഭാഷണം പൂർത്തീകരിച്ച് എഴുതാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലും എഴുതാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം വളരെ ഈസി ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നില്ലേ. എല്ലാ കൂട്ടുകാർക്കും ഉത്തരങ്ങളൊക്കെ പെട്ടെന്ന് പറയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.